ഇന്നലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ ശബരിമലയിലെ അടുത്ത ഇൻ്ററിം ഓർഡർ വന്നു ഹൈക്കോടതിയുടെ. അത് പ്രതീക്ഷിച്ചിരുന്നു. ഞാനതെടുത്ത് നോക്കിയപ്പോൾ അതിലിങ്ങനെ ഈ ദ്വാരപാലകപ്പാളി, കട്ടളപ്പാളി ഇതിൻ്റെ പഴക്കം തീരുമാനിക്കാനൊക്കെ ആയിട്ട് ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ കൊണ്ടുപോകാനുള്ള തീരുമാനം, അത് കൊണ്ടുപോയിക്കോളൂ എന്നുള്ള ഹൈക്കോടതിയുടെ അനുവാദം, ആ പ്രശ്നം അങ്ങനെ തുടരുന്നു. അതിൽ ഇനിയും 2 പ്രതികൾ പിടിക്കപ്പെടും, ഒരാൾ കൂടെ പിടിക്കപ്പെടും എന്നൊക്കെ SIT പറഞ്ഞു. ശരി, നോക്കാം എന്ന് കോടതി പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മളുടെ കൊടിമരത്തിൻ്റെ പ്രശ്നം വരുന്നത്. ശബരിമലയിൽ 2016 ആ കൊടിമരം ധ്വജ പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരുന്നു. നേരത്തെയുള്ള കൊടിമരം അതിന് ചെതല് പിടിച്ചു. വാസ്തവത്തിൽ കൊടിമരങ്ങൾക്ക് ചെതല് പിടിക്കാറില്ല. കൊടിമരം തേക്കിൻ തടി കൊണ്ടുള്ളതാണ്. അത് എണ്ണത്തോണിയിലിട്ട് പ്രോസസ്സൊക്കെ ചെയ്തിട്ട് ഒരു കാലത്തും ചെതല് പിടിക്കില്ല. അത് അതിശക്തമായ ഭൂകമ്പമോ അല്ലെങ്കിൽ വലിയ ചുഴലിക്കാറ്റോ ഒക്കെ വന്നാലല്ലാതെ കൊടിമരങ്ങൾ ഒടിഞ്ഞ് താഴെ ഉറഞ്ഞു പോകുകയൊന്നും ചെയ്യില്ല. നമ്മൾ കാണുന്നതിൽ എത്രയോ അമ്പലങ്ങളുടെ മുമ്പിൽ കൊടിമരങ്ങൾ നിൽക്കുന്നു. അതെല്ലാം ദേവസ്വം ബോർഡ് ഓരോന്നൊക്കെ ആയിട്ട് പുനഃപ്രതിഷ്ഠ നടത്തുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഭക്തജനസംഘം കയറിയിട്ട് പുനഃപ്രതിഷ്ഠ വേണമെന്നൊക്കെ പറയും. ഒരു ദൈവജ്ഞനെയൊക്കെ വിളിക്കും, ഒരു പ്രശ്നമൊക്കെ വയ്ക്കും. നമുക്കറിയാമല്ലോ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ധാരാളം ക്ഷേത്രങ്ങളിൽ ധ്വജ പുനഃപ്രതിഷ്ഠ നടത്തി ആളുകൾ പണക്കാരാകാറുണ്ട്. ശബരിമലയിലും അത് നടന്നു എന്ന് സംശയിക്കുന്ന ഒരു കത്ത് വിജിലൻസിനോ SITക്കോ കിട്ടുകയും അവരതിൻ്റെ റെക്കോർഡൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കത്ത് പറഞ്ഞ കംപ്ലയിൻറ്റിൽ ഒരല്പം കഴമ്പുണ്ടെന്ന് അവർക്ക് തോന്നി. അവർ ഹൈക്കോടതിയിൽ അത് പറഞ്ഞു. ഹൈക്കോടതി അത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു, ഞങ്ങളുടെ ആളില്ല സാർ, എത്രയാണെന്ന് വിചാരിച്ച് അന്വേഷിക്കുക. എണ്ണ പോയി, നെയ്യ് പോയി, പിണ്ണാക്ക് പോയി, കടുക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വലിയ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ 2016, 17 അത് തീർന്നപ്പോൾ 18 തോന്നുന്നു, 1.5 വർഷം മറ്റോ എടുത്തു ധ്വജം പുനഃപ്രതിഷ്ഠിക്കാൻ. അപ്പോൾ അതിൻ്റെ റെക്കോർഡുകളൊക്കെ പരിശോധിച്ച് കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ ഞങ്ങൾക്ക് ആളില്ല. അപ്പോൾ കോടതി പറഞ്ഞു, സാരമില്ല, വിജിലൻസ് ഡയറക്ടർ ഇതിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് ഒരു 30 ദിവസത്തിന് ഞങ്ങൾക്കൊരു റിപ്പോർട്ട് കൊണ്ടുവന്നാ, എന്നിട്ട് നമുക്കിതിൽ മേൽ നടപടികൾ നോക്കാം. അങ്ങനെ നോക്കാനായിട്ട് കോടതി കണ്ടെത്തിയ പ്രാഥമികമായ ചില കാര്യങ്ങളുണ്ട്. അത് വായിച്ചപ്പോഴാണ് ആദ്യമായിട്ട് എനിക്ക് അഡ്വക്കേറ്റ് കമ്മീഷണർ എന്ന് പറയുന്ന ആളിൻ്റെ റോളിനെ പറ്റി സംശയം തോന്നിയത്. എല്ലാവരും അഡ്വക്കേറ്റ് കമ്മീഷണർ എന്ന് പറയാറുണ്ട്. അഡ്വക്കേറ്റ് കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് ഹൈക്കോടതി അംഗീകരിച്ചതാണ്. ഇനി ആരും ഒന്നും മിണ്ടിപ്പോകരുത്. ഞാനിത് നേരത്തെ മുതൽ പറയുന്നു. ഈ വാജിവാഹനത്തിൻ്റെ കേസ് വന്നപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷണറാണ് അത് തന്ത്രിക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. ഹൈക്കോടതി അത് അംഗീകരിച്ചതാണ്. പിന്നെ ഒന്നും മിണ്ടരുത് എന്നാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു, ഈ ഹൈക്കോടതിക്ക് അഡ്വക്കേറ്റ് കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ട് ഒരു സ്റ്റാറ്റസ് റിപ്പോർട്ടാണ്. ഈ പൊളിച്ചു കളഞ്ഞ നമ്മുടെ കൊടിമരം അത് മൊത്തം തന്ത്രിക്ക് കൊടുത്തു എന്ന് അഡ്വക്കേറ്റ് കമ്മീഷൻ എഴുതി കൊടുത്തു കഴിഞ്ഞാലും ഹൈക്കോടതി അതെടുത്തിട്ട് ഫയലിലിടും. കാരണം ഹൈക്കോടതിയിൽ ഒരു ഡിസ്പ്യൂട്ടില്ലല്ലോ ഇതിന്. ആക്ച്വലി ഒരു അഡ്ജുഡിക്കേഷൻ ഇല്ലല്ലോ. അപ്പോൾ ആരെങ്കിലും ഒരു തർക്കമുണ്ടെങ്കിൽ അതിൽ ഹൈക്കോടതി വിധിക്കുമ്പോഴാണ് അതിന് തീർപ്പാകുന്നത്. അല്ലാതെ ഞാൻ ചേർത്തല മുതൽ ആലപ്പുഴ റോഡ് ടാർ ചെയ്തിട്ടുണ്ട് തമ്പുരാനെ എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊള്ളാം മിടുക്കൻ എന്ന് പറഞ്ഞിട്ട് ആ റിപ്പോർട്ട് മേടിച്ച് വയ്ക്കും. അതിനർത്ഥം അത് ഒന്നാം തരമായിട്ട് ടാർ ചെയ്തൊന്നും നല്ല ക്വാളിറ്റിയാണെന്ന് ഒന്നുമല്ല. ഹൈക്കോടതി പോയി ക്വാളിറ്റി നോക്കിയിട്ടൊന്നുമല്ല റിപ്പോർട്ട് അംഗീകരിക്കുന്നത്. ശരി, ഇന്ന ജോലി ചെയ്തു എന്ന് പറഞ്ഞു, അത് ഹൈക്കോടതിയെ അറിയിക്കേണ്ടത് നിയമപരമായ ബാധ്യതയാണ്. അത് അറിയിച്ചു, ഹൈക്കോടതി ആ റിപ്പോർട്ട് ഫയൽ ചെയ്തു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. പക്ഷേ എല്ലാവരും പറയുന്നത് അഡ്വക്കേറ്റ് കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷനാണ്. അയാൾക്കെതിരെ ഒരു അക്ഷരം വേണ്ടിപ്പോലും ഇടാപ്പോലും ഇതെന്തൊരു പരിപാടി. അപ്പോൾ ഹൈക്കോടതി ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ മഹസർ ഡേറ്റഡ് 5/6/2017 റെക്കോർഡ്സ് ദാറ്റ് ആൻ ആക്ടർ ആൻഡ് അതർ ഡിവോട്ടീസ് ഹാൻഡഡ് ഓവർ 80.490 grams, ഏകദേശം 10.5 പവൻ സ്വർണം, ഗോൾഡ് ടു ദ അഡ്വക്കേറ്റ് കമ്മീഷണർ. അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് ഒരു ആക്ടർ, സിനിമാ താരം,
പിന്നെ മറ്റ് ഡിവോട്ടീസ് എല്ലാം ചേർന്നിട്ട് ഒരു 10.5 പവൻ അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് കൊടുക്കുന്നു. എന്തിനു കൊടുക്കണം? വിച്ച് വാസ് എൻട്രസ്റ്റഡ് ടു വെങ്കിടേഷ് ദ ആർട്ടിസാൻ ഓൺ 10/6/2017. 5-ാം തീയതി കൊടുത്ത സ്വർണം അഡ്വക്കേറ്റ് കമ്മീഷണർ 10-ാം തീയതി ഈ ആർട്ടിസാൻ എന്ന് പറയുന്ന തട്ടാൻ, വെങ്കടേഷ് എന്ന തട്ടാൻ കൊടുക്കുന്നു. അത്രയും ദിവസം അഡ്വക്കേറ്റ് കമ്മീഷണറുടെ കയ്യിലിരുന്നു എന്ന് സാരം. എ മൂവി പ്രൊഡ്യൂസർ ആൻഡ് അനദർ ഇൻഡിവിജ്വൽ ഹാൻഡഡ് ഓവർ 246.52 grams of certified gold biscuits of 999.9 purity to the advocate commissioner. പിന്നെ ഒരു മൂവി പ്രൊഡ്യൂസറും മറ്റു ചിലരും ചേർന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണറുടെ കയ്യിൽ 246.52 ഗ്രാം സ്വർണം കൊടുക്കുന്നു. എന്തിന്? അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് എന്താ ഇതിൽ കാര്യം? അഡ്വക്കേറ്റ് കമ്മീഷണർ അവിടെ സൂപ്പർവിഷന് പോയതല്ലേ, അല്ലേ? അല്ലാതെ അവിടെ പോയി സ്വർണം ആൾക്കാരിൽ നിന്ന് സ്വീകരിക്കാൻ പോയതല്ലേ. എന്തിനാണ് അഡ്വക്കേറ്റ് കമ്മീഷൻ ഇത് വാങ്ങുന്നത്? എന്നിട്ട് വിച്ച് വാസ് ഇൻ ടേൺ ഹാൻഡഡ് ഓവർ ടു ദ തിരുവാഭരണം കമ്മീഷണർ. അഡ്വക്കേറ്റ് കമ്മീഷൻ ഇത് വാങ്ങിച്ചിട്ട് തിരുവാഭരണം കമ്മീഷണർക്ക് കൊടുക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ കൊടുക്കുന്ന സ്വർണം അഡ്വക്കേറ്റ് കമ്മീഷണർക്കല്ല കൊടുക്കേണ്ടത്. ക്ഷേത്രാധികാരി ആരാണോ, അവിടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ടാകും, അല്ല കമ്മീഷണറാണ്, സ്പെഷ്യൽ കമ്മീഷണറാണ്, തിരുവാഭരണം കമ്മീഷൻ ആരാണോ ദേവസ്വം ബോർഡ് തീരുമാനിക്കുന്നത് അവരെ ഏൽപ്പിച്ചിട്ട് അവരാണ് രസീത് തരേണ്ടത്. ഇതിൽ അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് യാതൊരു പങ്കുമില്ല. പക്ഷേ അഡ്വക്കേറ്റ് കമ്മീഷണർ ഇതിൻ്റെ ഇടനിലക്കാരനായിരിക്കുന്നു. അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുക, അവർ തന്നത് എടുത്തിട്ട് തട്ടാനും കൊടുക്കുക, ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. സിമിലർ എൻട്രസ്റ്റ്മെൻറ്റ്സ് ആർ റെക്കോർഡഡ്. ഇതുപോലെ പലര് തന്ന സ്വർണം എൻട്രസ്റ്റ്മെൻറ്റ് വാസ് റെക്കോർഡഡ് ഓൺ 11/6/2017, 15/6, 16/6, 19/6 വിത്ത് ഗോൾഡ് ബീയിങ് ഹാൻഡഡ് ഓവർ ത്രൂ മഹസർസ്. മഹസറൊക്കെ എഴുതി അഡ്വക്കേറ്റ് കമ്മീഷനെ ഏൽപ്പിക്കുന്നു. ആസ് പെർ ദ ദേവസ്വം മാനുവൽ ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രാക്ടീസ്, whenever gold valuables or cash are donated by devotees, sealed receipts in Form 3A must be mandatorily be issued, specifying the exact quantity and particulars of the donation. സീൽ വെച്ച രസീത് കൊടുക്കണം, സ്വർണം ക്യാഷ് ഒക്കെ വന്നു കഴിഞ്ഞാൽ. In the present case, except for the general recitals that gold was donated by devotees, the specific quantity donated by each individual does not find proper reflection in the records. ഓരോരുത്തരും തന്ന സ്വർണത്തിൻ്റെ റെക്കോർഡ് ദേവസ്വം ബോർഡിലില്ല. എങ്ങനെ ഉണ്ടാവും? അഡ്വക്കേറ്റ് കമ്മീഷണറല്ലേ മേടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദേവസ്വക്കാരത് എഴുതി വയ്ക്കുമോ? അവർ രസീത് കൊടുക്കുക, അവരുടെ കിട്ടിയിട്ടില്ലല്ലോ. ഇങ്ങേര് വാങ്ങിച്ച് തട്ടാനും കൊടുത്ത് അവരെന്ത് ചെയ്യാൻ? ദേവസ്വം കമ്മീഷൻ അവിടെ പോയിട്ട് അദ്ദേഹം അതങ്ങ് ഏറ്റെടുക്കുകയാണ്. ഈ ധ്വജത്തിൻ്റെ നിർമ്മാണം, പുതിയ ധ്വജം ചെയ്യാനുള്ള കാര്യങ്ങൾ മൊത്തം അദ്ദേഹം അധികാരിയായിട്ട് മാറി. ഇത് അദ്ദേഹം അന്ന് കൊടുത്ത ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലും ഉണ്ട് കേട്ടോ, ഇല്ലാതൊന്നുമില്ല. അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിവിടെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളി പോയത് കൊടിമരം പണിയുന്നതിൻ്റെ സൂപ്പർവിഷന് വേണ്ടിയിട്ടാണ്. പുള്ളി പോയപ്പോൾ പുള്ളി ദേവസ്വം ബോർഡിന് ഒരു കത്ത് കൊടുക്കുകയാണ് ആദ്യം. In my letter, I said I am unhappy in using such strong and harsh words, and the situation is created by some of the officials of TDB unknown to me and forced me to write this letter. പുള്ളി ആദ്യം ഒരു കത്ത് കൊടുത്തു എന്തോ ആവശ്യത്തിന്, അതാരും മൈൻഡ് ചെയ്തില്ല. അതിന് പുള്ളി കയറി അങ്ങ് ചൂടാകുകയാണ്. ഞാൻ എല്ലാവരെയും ശരിയാക്കി കളയും. വൺ ഹൂ റിമെയിൻസ് ഇൻ ടെക്നിക്കാലിറ്റീസ് ഗോ സ്കിൻ ഡീപ്പ് ഇൻ ദ മാറ്റർ, and he will always grope in darkness and never see the sunlight and naked realities. എന്താണ് ഇപ്പോൾ അഡ്വക്കേറ്റ് കമ്മീഷൻ ആരെ ദൈവം നമ്പുരാനും ASP കുറിപ്പ് പുള്ളി വലിയ വലിയ കത്തുകൾ അയക്കുകയാണ്. എന്താ കാര്യം? അവിടെ എന്താ താഴികക്കുടത്തിന് തിളക്കം പോരാ, ഇതാണ് കാരണം. ഏത് ബലിമണ്ഡപത്തിൻ്റെ താഴികക്കുടങ്ങൾക്ക് തിളക്കം പോരാ. തിളക്കം പോരെങ്കിൽ തിളക്കം പോരാ, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോക്കിക്കോളും. അഡ്വക്കേറ്റ് കമ്മീഷൻ അവിടെ പോയിരിക്കുന്നത് എന്തിനാണ്? ഈ ധ്വജം പുനഃപ്രതിഷ്ഠിക്കാനല്ലേ? അല്ല, അത് ബലിക്കൽ പുരയുടെ താഴികക്കുടം നോക്കാനാണോ? താഴികക്കുടം തേച്ച് മിനിക്ക് വലുതാക്കണം,
അതിന് 600 ഗ്രാം സ്വർണം വേണമെന്ന് പറഞ്ഞ് 2-3 കത്ത് കൊടുക്കുന്നു. അവസാനം നിവൃത്തികേട് കൊണ്ട് ഇവർ സ്വർണം കൊടുക്കുന്നു. ആ സ്വർണത്തിൽ കുറച്ച് ബാക്കി വന്നത് നോക്കണേ. I authorized Sri Parvati to entrust the wastage product of 60 grams 460 milligrams of gold. ബാക്കി വന്ന 60 ഗ്രാം 460 milligram gold to Sri Ajit Kumar and Arun Kumar and get equivalent value of pure gold of 24 carat from Bhima Brothers and bring it urgently and utilize that gold also for the purpose of plating of the താഴികക്കുടം. ജോലി ചെയ്ത് ബാക്കി വന്ന സ്വർണം, ആ സ്വർണം പുള്ളി ഉത്തരവിടുകയാണ്, ഇത് കൊണ്ടുപോയി ഭീമ ആൻഡ് ബ്രദറിൽ കൊടുത്തിട്ട്, അതപ്പോൾ പഴയ സ്വർണ്ണമല്ല, വർക്ക് ചെയ്ത സ്വർണ്ണമാണ്, അതിന് പകരം എത്ര സ്വർണ്ണമാണോ ഭീമ തരുന്നത് അത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അതും കൂടെ ഈ താഴികക്കുടത്തിൽ പൂശിക്കുമെന്ന് പറഞ്ഞു. അതും ചെയ്യിച്ചു. ഇതൊക്കെ ആരിദ്ദേഹത്തെ ചുമതലപ്പെടുത്തി ഭീമ ആൻഡ് ബ്രദറിൽ കൊടുക്കുക? നാട്ടുകാരുടെ സ്വർണ്ണമാണ്, വാസ്തവത്തിൽ ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണമാണ്. പുള്ളി അതങ്ങോട്ട് ഹൈക്കോടതിയാണ് കഴുത്ത് ചെത്തിക്കളയെന്ന് പറഞ്ഞൊരു വിരട്ടൊക്കെ വിരട്ടിയിട്ട് പുള്ളി അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നു. അവസാനം നിങ്ങൾ നോക്കണേ, പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതുകൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് അവസാനിപ്പിക്കാം. ആസ് പെർ ദ ഓർഡർ ഓഫ് TDB ഡേറ്റഡ് 27/4/2017 ദ ഗ്രാനൈറ്റ് പില്ലേഴ്സ് ആൻഡ് 2 ഡാമേജ് ബെൽസ് ഓൺ ഐദർ സൈഡ് ഓഫ് ദ 18ാം പടി വാസ് റിമൂവ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, 18ാം പടി കയറി കഴിയുമ്പോൾ 2 വശത്തും കരിങ്കല്ലിൻ്റെ 2 തൂണ്, ആ 2 തൂണും ചേർത്ത് ഒരു ബന്ധം, അതിലൊരു മണി, വലതുവശത്തും ഇടതുവശത്തും 2 മണി ഉണ്ടായിരുന്നു. ഈ മണി കേടായി, ഈ തൂണ് പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മാറ്റാനങ്ങ് പുള്ളി തീരുമാനിക്കുന്നു. അത് മാറ്റാനായിട്ട് അത് താഴെ വീഴഞ്ഞത് വലിയ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നു. അതിന് മണിമണ്ഡപം ടു ബി എറക്റ്റഡ് ഓൺ ഐദർ സൈഡ്, അതൊക്കെ മാറ്റി പുതിയ മണിമണ്ഡപം ഇപ്പോൾ പറയൊക്കെ ഇറക്കിയിട്ട് വട്ടത്തിലാക്കിയിട്ടുണ്ട്, മണി തൂക്കിയിടുന്ന സ്ഥലം. മണിമണ്ഡപം ടു ബി ക്രിയേറ്റഡ് ഓൺ ഐദർ സൈഡ് ഓഫ് 18ാം പടി. ഐ വാസ് ഇൻ സെർച്ച് ഓഫ് സം ഡെഡിക്കേറ്റഡ് സ്പോൺസേഴ്സ് ഫോർ ദിസ് പർപ്പസ്. അഡ്വക്കേറ്റ് കമ്മീഷണർ സ്പോൺസർ അന്വേഷിക്കുകയാണ്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ജോലിയല്ല. അദ്ദേഹം പോകേണ്ടത് ഈ ധ്വജപുനഃപ്രതിഷ്ഠയ്ക്കാണ്. അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ കൂടെ ധ്വജപുനഃപ്രതിഷ്ഠയും ചെയ്ത് കേട്ടോ, അതുമൊക്കെ നോക്കി പുള്ളി. I was in search of some dedicated sponsors for this purpose, and by the blessing of Lord Ayyappa, through the effort made by പരുമല അനന്തനാചാരി, പരുമല അനന്തനാചാരി എന്നുള്ള ആളിൻ്റെ ശ്രമഫലമായിട്ട് അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ഐ ഹാവ് കോണ്ടാക്റ്റഡ് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് 2017 മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ പോറ്റി, പ്രണവനിവാസ്, നമ്പർ 54, ഫസ്റ്റ് ക്രോസ്, ശ്രീരാമപുരം, ബാംഗ്ലൂർ 21. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നത് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ ASP കുറുപ്പാണ്, മറ്റാരുമല്ല. ഇതുവരെ വന്ന ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രത്യക്ഷപ്പെടുന്നത് ഇവിടെയാണ്. ഇതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളെല്ലാം. 2017 മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇനി വല്ല ചരിത്രവും പൊങ്ങി വരണം. ഏതായാലും പൊങ്ങി വന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കാണപ്പെടുന്നത് 2017 അത് കണ്ടുപിടിക്കുന്നത് പരുമല അനന്തനാചാരി വഴി അഡ്വക്കേറ്റ് ASP കുറുപ്പെന്ന ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണറാണ്. ആൻഡ് ഹീ ഹാഡ് ഗിവൺ മീ എ മെയിൽ intimating his proposal to offer the full expense for construction of the 2 മണിമണ്ഡപം. മണിമണ്ഡപം എന്ന് പറഞ്ഞാൽ മണി തൂക്കാനുള്ള 2 വശത്ത്, 18ാം പടിയുടെ 2 വശത്തും ഇത് ചെയ്യാൻ ഉള്ള ഫുൾ എക്സ്പെൻസ് ഞാൻ വഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി അഡ്വക്കേറ്റ് കമ്മീഷണർക്ക് മെയിലും കൊടുക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനല്ല, ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനുമല്ല, അഡ്വക്കേറ്റ് കമ്മീഷണർക്കാണ് മെയിൽ കൊടുക്കുന്നത്. അഡ്വക്കേറ്റ് കമ്മീഷണർ ആരാണ് മണിമണ്ഡപം പുതുക്കാനായിട്ട്? അത് പുതുക്കണം, പുള്ളിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം, ദേവസ്വം ബോർഡിനോട് പറയാം. അതേ, നമ്മൾ നമ്മുടെ ധ്വജസ്തംഭം ഒക്കെ മാറ്റിയൊക്കെ വൃത്തിയാകുമ്പോൾ
ഈ ഇപ്പുറത്ത് ഇങ്ങനെ അല്പം പൊട്ടിയും പൊളിഞ്ഞും ഒക്കെ നിൽക്കുന്നത് ശരിയല്ല. അതും കൂടെയൊക്കെ ഒന്ന് നന്നാക്കണ്ടേ. നിങ്ങളതിനൊരു പ്രപ്പോസലൊക്കെ ഉണ്ടാക്കുക. ഹൈക്കോടതിയിൽ ഞാനും സംസാരിക്കാം, ഹൈക്കോടതിയിൽ പെർമിഷൻ എടുക്കാം, എന്നിട്ട് നമുക്ക് ചെയ്യാം. അത് പൈസ ഇല്ലെങ്കിൽ നമുക്ക് സ്പോൺസറൊക്കെ, പൈസയ്ക്ക് ഒരു കുറവുമില്ല അവിടെ, എന്നാലും എല്ലാം സ്പോൺസർ വഴിക്ക് അങ്ങനെ ചെയ്യുമ്പോഴല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് അല്പസ്വല്പം അഡ്ജസ്റ്റ്മെൻ്റൊക്കെ പറ്റുള്ളൂ. ഏതായാലും ഇദ്ദേഹം അത് ഏറ്റു, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് ഏറ്റു. In my letter dated 24/4/2017, I have also informed that I am in search of couple of sponsors to sponsor the Manimandapam and Maligapuram and Pamba. Manimandapam at Maligapuram and Pamba. മാളികപ്പുറത്തും പമ്പയിലും ഇതുപോലെ മണിമണ്ഡപം ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്പോൺസർമാരെ അന്വേഷിച്ചു എന്ന് സത്യസന്ധമായിട്ട് എഴുതി അദ്ദേഹം ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്നു. ASP കുറുപ്പ് എൻ്റെ അഡ്മിഷനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോണ്ടാക്ട് ചെയ്തെന്നും അയാൾ മണിമണ്ഡപം സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. 18-ാം പടിയുടെ അവിടെ. പമ്പയിലും ഈ വേറെ എവിടെയാ ഒരു സ്ഥലത്ത് കൂടെ ഉണ്ടല്ലോ, മാളികപ്പുറത്തും പമ്പയിലും. ഈ 2 സ്ഥലത്ത് ഐ ഗോട്ട് 2 പേഴ്സൺസ്. ഈ 2 സ്ഥലത്ത് സ്പോൺസർ ചെയ്യാനായിട്ട് മിസ്റ്റർ മോഹൻദാസ്, എൻ്റെ ദൈവമേ ഞാനാണ്, അല്ല, മിസ്റ്റർ മോഹൻദാസ് ഹൂ ഈസ് ദ പ്രൊപ്പറേറ്റർ ഓഫ് സൗത്ത് പാർക്ക് ഹോട്ടൽ അറ്റ് തിരുവനന്തപുരം. ഈ കെയിം ഫോർവേഡ് 2.5 ലക്ഷം രൂപ അങ്ങേര് കൊടുത്തു ടു പരുമല ആനന്ദനാചാരി. അങ്ങേര് വഴിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഒന്നും പറയേണ്ട. പിന്നെയും ഒരുപാട് ജോലികൾ അദ്ദേഹം ചെയ്തിരിക്കുന്നു. അവിടെയുള്ളവരെയൊക്കെ വരട്ടി അവർക്കൊക്കെ കത്തൊക്കെ കൊടുത്ത് ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷനാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഷോ അങ്ങ് നടത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹം എന്തെങ്കിലും അഴിമതി കാണിച്ചെന്നോ പിടിച്ചെന്നോ അല്ല ഞാൻ പറയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റി എപ്പോൾ വന്നു, പോറ്റിയെ കയറ്റിയത് ആരാണെന്നൊക്കെ ഇതുവരെയുള്ള രേഖകളിൽ നിന്ന് തെളിയുന്നത് 2017 ശ്രീമാൻ അഡ്വക്കേറ്റ് ASP കുറുപ്പാണ് പോറ്റിയെ ആദ്യം കയറ്റുന്നതായിട്ട് രേഖകളിൽ കാണുന്നത്. അതിന് മുമ്പ് ആരെങ്കിലും കയറ്റിയിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. കയറ്റിയ ലക്ഷണം കാണുന്നില്ല. കാരണം തീർത്തും അപരിചിതനായ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചു എന്നാണല്ലോ ASP കുറുപ്പ് അതിൽ പറയുന്നത്. അനന്തനാചാര്യയുടെ ശ്രമഫലമായിട്ടും അയ്യപ്പൻ്റെ അനുഗ്രഹം കൊണ്ടും ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി അതിന് തയ്യാറായി. അദ്ദേഹം മെയിൽ അയച്ചു, ആ ചിലവൊക്കെ ഞാൻ വഹിച്ചോളാം എന്ന് പറഞ്ഞ് എൻ്റെ ആവശ്യപ്രകാരം അദ്ദേഹം സമ്മതിച്ചു എന്നാണ് ASP കുറുപ്പ് പറയുന്നത്. ഞാൻ ആവശ്യപ്പെടുന്നത് ASP കുറുപ്പിനെ നിങ്ങൾ കേസിൽ പ്രതിയാക്കുക, അതൊന്നും വേണ്ട. ഒരു സാക്ഷിയായി വിവരമറിയാനായിട്ട് ചോദിക്കുക. അല്ല വക്കീലെ, നിങ്ങൾ ഈ ജോലികളൊക്കെ ചെയ്യാനുള്ള കാര്യമെന്താ? നിങ്ങളെ അയച്ചത് ഈ ധ്വജപ്പുനഃപ്രതിഷ്ഠയ്ക്കാണ്. നിങ്ങൾ മണിമണ്ഡപം പണിയാനും പമ്പയിൽ മണിമണ്ഡപം ഉണ്ടാക്കാനും മാളികപ്പുറത്ത് മണിമണ്ഡപം ഉണ്ടാക്കാനും ഇതിനൊക്കെ പോകേണ്ട കാര്യം എന്താ? ഇത് കൂടാതെ അവിടെ പാകിയ കല്ല് ഇളകിപ്പോയി, അത് കംപ്ലീറ്റ് പുതിയ കല്ല് പാകാൻ പുള്ളി ഒരു കോൺട്രാക്റ്റ് എടുത്തു. 18-ാം പടിക്ക് താഴെ നേരെ ചൊവ്വയല്ല, അവിടെ ടൈൽസ് എന്തോ ഇളകി കിടക്കുന്നു, അതെല്ലാം കൂടെ പുള്ളി കണക്കെടുത്തു. മരാമത്തുകാരോട് പറഞ്ഞു. അവർ പറഞ്ഞു, സാറേ ഇതിന് ടെൻഡറൊക്കെ വിളിക്കണം. ടെൻഡർ വിളിക്കണം, അതുമില്ലാതെ ഞാൻ ചെയ്യാം പറഞ്ഞു. ടാക്ക് പുള്ളി സുരേഷ് ഗോപിയെ വിളിച്ചു. അതെ, ഒരു 2.25 ലക്ഷം രൂപയാകും ഇതൊന്ന് ശരിയാക്കാനായിട്ട്. നിങ്ങൾ ഈ കല്ല് നിങ്ങൾ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ കോടിക്കണക്കായ അയ്യപ്പ ഭക്തന്മാർ ആ കല്ലിലൂടെ ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി ഭക്തനായതുകൊണ്ട് ഇന്നാ പിടിച്ചോ കാശ് എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി അയച്ചു കൊടുക്കുന്നു. ഇദ്ദേഹം അത് ചെയ്യിക്കുന്നു. ദേവസ്വം ബോർഡ് നോക്കുകുത്തിയായിട്ട് നിൽക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത ഇത്ര പവർഫുള്ളായിട്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ പ്രാപ്തിയുള്ള തൻ്റെ ജൂറിസ്ഡിക്ഷൻ അല്ലാഞ്ഞിട്ട് എല്ലാ പണിയും കൊടിമരത്തിന് പോയ ആൾ കൊടിമരത്തിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ചെയ്തിട്ട് പണ്ട് പറഞ്ഞിട്ടില്ല, ഈ ഒന്നിന് പോയവൻ 2ഉം കഴിച്ചിട്ട് വെള്ളം തൊടാതെ ഇങ്ങ് വന്നു എന്ന് ഹനുമാനെ പറ്റി പറയാറുണ്ട്. ഹനുമാൻ ലങ്കയിൽ പോയി ഒരു കാര്യത്തിനാണ് പോയത്, സീതയെ അന്വേഷിച്ചാണ് പോയത്. അത് 2ഉം കഴിച്ചു, സീതയും കണ്ടു, ലങ്കയും കത്തിച്ചു, എന്നിട്ട് വെള്ളം തൊടാതെ വന്നു. എന്ന് വെച്ചാൽ കടൽ ചാടി തിരിച്ചു വന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. മറ്റർത്ഥമൊന്നും ആരും കൽപ്പിക്കരുത്. അങ്ങനെ ഒന്നിന് പോയ ASP കുറുപ്പ്
2, 3, 4, 5, 6 കഴിച്ച് വെള്ളം തൊടാതെ തിരിച്ചു വന്നു. എനിക്കൊന്നും വേണ്ട, കാശ് ദേവസ്വം ബോർഡൊക്കെ എടുത്തോട്ടെ എന്ന് ഹൈക്കോടതിക്ക് എഴുതി കൊടുത്തു. ഹൈക്കോടതിക്ക് സന്തോഷം, കുറുപ്പച്ചന് സന്തോഷം, നാട്ടുകാർക്ക് സന്തോഷത്തോട് സന്തോഷം. വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഇപ്പോൾ ദാ ഉണ്ണികൃഷ്ണൻ പോറ്റി ASP കുറുപ്പിന് പിന്നിൽ നിന്ന് മെല്ലെ തലപൊക്കിയിരിക്കുന്നു. ബാക്കി വിജിലൻസോ SITയോ ആരാന്ന് വെച്ചാൽ അന്വേഷിക്കട്ടെ. പക്ഷേ കുറുപ്പിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹം എന്തെങ്കിലും കൃത്രിമമോ വെട്ടിപ്പോ നടത്തി എന്നുള്ള അലിഗേഷൻ എനിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് ഇതിൻ്റെ ഇന്നൗട്ട്സ് അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നറിയാം. അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് he must be asked questions, not that he must be made accused or even witness, I don't know. അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ബട്ട് അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് ഞാൻ കരുതുന്നു. താങ്ക് യു.